ഒരു വന്യമൃഗത്തെ പെറ്റായി വളർത്താൻ അവസരം കിട്ടിയാൽ ഏത് ജീവിയായി? സിംഹം. ഇതിന്റെ ഇതൊക്കെ മറ്റേ രാവിലെ എണ്ണയൊക്കെ തേച്ച് പിന്നിയൊക്കെ ഇടാം. മറ്റാർക്കും ഇല്ലെന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ സീക്രട്ട് ടാലന്റേ ഇല്ലെന്ന് പറ്റില്ല. സിംഹം. ഇതിന്റെ ഇതൊക്കെ മറ്റേ രാവിലെ എണ്ണയൊക്കെ തേച്ച് പിന്നിയൊക്കെ ഇടാം. സിംഹത്തിന്റെയാ? അടിയിലൊരു ബാൻഡൊക്കെ ഇട്ട് ഹെൽപ്പിന് ഇടയ്ക്കാണെങ്കിൽ പിങ്കി ഒക്കെ വിളിച്ചിട്ടേ ഹെയർ സ്പ്രേ ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഞാനും ആനനെ ആൾക്കാര് വളർത്തണം. അരിക്കൊമ്പര അവിടെ. ഓക്കെ, എത്ര ദിവസം വരെ കുളിക്കാതെ കഴിഞ്ഞിട്ടുണ്ട്? 2 ദിവസം. 2 ദിവസം. അത് ഈ ഷൂട്ടിന്റെ ഇടയിലാണോ? അത് മടി പിടിച്ചിട്ടാണോ? പനിയൊക്കെ വരുമ്പോ ഓക്കെ. ജനറലി ആണോ അതോ ജനറലി പറയാൻ നമ്മുടെ റെക്കോർഡാണ്? റെക്കോർഡ് നോക്കട്ടെ. റെക്കോർഡ് 10-15 ദിവസമൊക്കെ പോയി. 2 ദിവസമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 10-15 ദിവസം കുളിക്കാണ്ടയോ? ആ സമയത്ത് ലഡാക്കിലായിരുന്നു. ഭയങ്കര തണുപ്പാ. അപ്പൊ നമുക്ക് കുളിക്കാൻ തോന്നുന്നല്ലേ? തോന്നൂലെന്നല്ല, കുളിയൊന്നുമില്ല, മറ്റേ ടവലെടുത്തുള്ള തൊടയുള്ളൂ. അത് ഈ പനിയൊക്കെ വരുമ്പോ 2-3 ദിവസമൊക്കെ മാക്സിമം. ഞാനിത് തന്നെ ഒരു ട്രക്കിങ്ങിന് പോയപ്പോ എങ്ങനെ കുളിക്കും? അത് ഈ പറയുന്ന സ്ഥലത്തൊക്കെ മൈനസ് ആണ്. അല്ല, കുളിച്ച അസുഖം വരും. ആണോ? അവിടെ കുളിച്ച അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ പോവാറില്ല. നിനക്ക് നടുവിന് വയ്യല്ലോ, നിനക്ക് എങ്ങനെ പോകാൻ പറ്റും? ആദ്യം ഇവിടെ അറിയാത്തത് ഡിഗ്രിക്ക് മാത്രമായിരുന്നു. ഇപ്പൊ ചോദിച്ചു നിനക്ക് വയ്യാന്ന്, അപ്പൊ നീ പറഞ്ഞു നിനക്ക് വയ്യാന്ന്. ഓക്കെ, മറ്റാർക്കും ഇല്ലെന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ സീക്രട്ട് ടാലന്റേ ഇല്ലെന്ന് പറ്റില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മറ്റേ ചേച്ചി പറഞ്ഞ പോലെ എനിക്കൊരു കഴിവുണ്ടോടാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? സീരിയസ്ലി? അപ്പൊ ഹേർട്ടാവില്ലേ കേൾക്കുമ്പോ? ഏറ്റവും വിയർഡായ നിങ്ങളുടെ ഫുഡ് കോമ്പിനേഷൻ? അലുവയും മത്തിക്കറി. സീരിയസ്ലി അലുവയും മത്തിയോ കഴിക്കും ആൾക്കാര്? ഇല്ലില്ല, ഞാൻ പറഞ്ഞ അങ്ങനത്തെ കോമ്പിനേഷൻ. അതന്നെ പറയണേ. എനിക്ക് അങ്ങനത്തെ കോമ്പിനേഷൻ. ഞാൻ ചോറ് മിച്ചറൊക്കെ കഴിക്കും. ചോറും മിക്കറും എല്ലാരും കഴിക്കും. എനിക്കങ്ങനെ വിയേർഡ് കോമ്പിനേഷൻ ഇല്ല. വിയേർഡ് കോമ്പിനേഷൻ കഴിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫ്രൈഡ് റൈസും തൈരും പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കുന്ന ആൾക്കാരെ ഞാൻ പഴവും മീൻ ചാറിലും മുക്കി കഴിച്ചു. നല്ല ടേസ്റ്റ്. മധുരവും എരിവും നല്ലതാ. ആക്ച്വലി മധുരം എരിവും നല്ലതാ. സാധാ പഴമാണോ? പഴം ഇങ്ങനെ എടുക്കുക, മീൻ ചാറിൽ മുക്കുക, കഴിക്കുക. പഴവും മറ്റു ചോറും കൂടി കഴിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്.